നന്നായി തുടങ്ങിയാൽ നന്നായി കൊണ്ടുപോകാം, നാശത്തിൽ നിന്ന് തുടങ്ങിയാൽ നശിച്ചു പോകും. ഇതൊക്കെ പ്രകൃതിയുടെ ചില നിയമങ്ങളാണ്. ഒന്നിച്ച് ചാടിയാൽ നടുവൊടിയും, ഇരുന്നിറങ്ങിയാൽ മര്യാദയ്ക്ക് ഇറങ്ങാം. അത് പ്രകൃതിയുടെ നിയമമാണ്. വാരി വലിച്ചു തിന്നാൽ, അതിന് വേറൊരു പ്രയോഗമുണ്ട്, അത് ഞാൻ പറഞ്ഞുകൂടാന്ന് പറയാം. വാ അറിയാതെ തിന്നാൽ വയർ അറിയാതെ പോകും എന്ന് പറഞ്ഞാൽ പിന്നെ ബാത്റൂമിൽ കിടക്കേണ്ടി വരും എന്നാണ് എൻ്റെ അർത്ഥം. ഇങ്ങനെ ഒരുപാട് നാടൻ പ്രയോഗങ്ങളൊക്കെ ഉണ്ട്. ഇതിലേത് പ്രയോഗമെടുത്താലും അതെല്ലാം അനുയോജ്യമായിട്ടുള്ള ഒരേ ഒരു സംവിധാനമാണിപ്പോൾ റിപ്പോർട്ടർ ചാനലും അതിൻ്റെ അണിയറ പ്രവർത്തകർ. വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന് പറയുന്ന കഥ പോലെയാണ്. ആന കുരുടനെ കണ്ടതുപോലെ ഒരു സമൂഹത്തെ പറ്റിച്ച് കളയാം, കുറച്ച് പണവും അധികാരവും ഭരണകൂടത്തിൻ്റെ ചില സപ്പോർട്ടുകളുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു വ്യവസ്ഥിതിയെ തന്നെ മറിച്ച് കളയാം എന്ന് ചിലർ ധരിച്ചു കളയും. ഒരു കാര്യമില്ല. റോഡിലിറങ്ങുമ്പോൾ വാഹനമില്ലെങ്കിൽ 5ാമത്തെ ഗിയർ മാറി 5th ഗിയറിൽ പോകാം എന്ന് വിചാരിക്കും. പക്ഷെ പെട്ടെന്നായിരിക്കും ഒരു പട്ടി കുറുക്കെ ചാടി ആശുപത്രിയിലാവുന്നത്. അത്ര സമയമേ വേണ്ടു നമുക്ക്. ഞാനിതൊക്കെ ഉദാഹരണമായി പറഞ്ഞത്, അഗസ്റ്റിൻ സുഹൃത്തുക്കൾ ആദ്യം മാംഗോ കേസുമായിട്ട് വന്നു. അതൊന്ന് ഒതുങ്ങി വന്നപ്പോൾ മുട്ടൽ മരമുറി കേസുമായിട്ട് വന്നു. ഡോക്ടർ ജയതിലക് റവന്യൂ വകുപ്പ് സെക്രട്ടറി, അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിരുന്നപ്പോൾ ഇറക്കിയ ഒരു ഉത്തരവിൻ്റെ മറവിൽ, അത് ഇവർക്ക് വേണ്ടി ഇറക്കിയ ഉത്തരവാണെന്നും ഒരു വാദമുണ്ട്. എന്തായാലും അതിൻ്റെ മറവിൽ മുട്ടിൽ പഞ്ചായത്തിലെ, വയനാട് ജില്ലയിലെ മുട്ടിൽ പഞ്ചായത്തിലെ ടൺ കണക്കിന് തടിയാണ് നിന്ന മരങ്ങളാണ് മുറിച്ചു മാറ്റിയത്. റോസ് വുഡ് മരങ്ങൾ, അതായത് പിന്നെ ഈട്ടി മരങ്ങൾ മുറിച്ചു മാറ്റിയത്. എന്നിട്ട് അത് കൊണ്ടുപോയി ടിമ്പർ ഡിപ്പോയിൽ എറണാകുളത്ത് കൊടുക്കുന്നു. അദ്ദേഹത്തിന് സംശയം തോന്നുന്നു. പക്ഷേ എന്നിട്ടും അത് വ്യാജമല്ല, നല്ലതാണെന്ന് പറയുന്നു. ലൈസൻസ് ഉള്ളതും പാസ്സുള്ളതാണെന്ന് പറയുന്നു. എന്തായാലും അദ്ദേഹത്തിനെതിരെയും കേസ് വന്നു. അത് കഴിഞ്ഞപ്പോഴാണ് അർജൻറ്റീനയിൽ നിന്നും മെസ്സി കൊച്ചിയിൽ വരും എന്ന് പറഞ്ഞുകൊണ്ട് ഫുട്ബോളിൻ്റെ പേരിൽ 1.5 കോടി രൂപ, 120 കോടി രൂപയെങ്ങാണ്ട് പിരിക്കുകയോ കൊടുക്കുകയോ, അതിൻ്റെ പേരിൽ വലിയ തർക്കം. ഫോറിൻ റെഗുലേഷൻ ആക്ടിൻ്റെ ഫെമ എന്ന് പറയുന്നതിൻ്റെ നിയമം ലംഘിച്ചു എന്ന് പറഞ്ഞ, ഫോറിൻ മണി എക്സ്ചേഞ്ചിൻ്റെ ഫെമ നിയമം ലംഘിച്ചു എന്ന് പറഞ്ഞുള്ള കേസ് കിടക്കുന്നു. ഫെറ നിയമം ലംഘിച്ചു എന്നുള്ള കേസ് കിടക്കുന്നു. അനധികൃത സ്വത്ത് സമ്പാദിച്ചു എന്ന കേസ് കിടക്കുന്നു. ED രംഗത്ത് വന്നിരിക്കുന്നു. ഈ ഒരു പ്രത്യേക പശ്ചാത്തലത്തിൽ ഡോക്ടർ അരുൺകുമാറും സംഘവും റിപ്പോർട്ടറിൽ നിന്ന് പടിയിറങ്ങുന്നു എന്നുള്ള വാർത്ത വരുന്നു. ഇതിനേക്കാൾ പ്രധാനം, അമേരിക്കയിലും വിദേശ രാജ്യങ്ങളിലുമുള്ള നിരവധി NRIക്കാർ റിപ്പോർട്ടർ ചാനലിൽ പണമെടുത്ത് ചിലവാക്കിയിരുന്നു, ഈ ഷെയർ എടുത്തിരുന്നു. കാരണം ചാനൽ വളർന്നിടിച്ച് കയറി വന്നപ്പോൾ ഇനി ഈ ചാനൽ വളരും എന്ന് പറഞ്ഞ് പലരും ഷെയർ എടുത്തിരുന്നു. അവരെല്ലാം ഷെയർ പിൻവലിക്കുന്നു. അവരും ഓട്ടത്തിലാണ്. അപ്പോൾ ഷെയർ ഹോൾഡേഴ്സ് ഷെയർ പിൻവലിക്കുന്നു. പ്രധാനപ്പെട്ട ആങ്കർമാരും റിപ്പോർട്ടർമാരും രാജിവെക്കുന്നു. ഇത് വല്ലാത്തൊരു പ്രതിസന്ധിയാണ്. എന്തിനീ പ്രതിസന്ധി ഉണ്ടാക്കിയെടുത്തു എന്ന് ചോദിച്ചാൽ സഹോദരങ്ങൾ തന്നെ ഉണ്ടാക്കിയെടുത്തതാണ്. ചാനൽ തുടങ്ങി 4 ദിവസം കഴിയുമ്പോൾ 24നെ വെട്ടണം. 24ൻ്റെ മുകളിൽ പോകണമെന്ന് ചിന്തിക്കണം, കുഴപ്പമില്ല. പക്ഷേ 24നെ താഴെ കൊണ്ടുപോകണം എന്ന് ചിന്തിക്കരുത്. രണ്ടും രണ്ടാണ്, ഒരേ കാര്യമാണ്. രണ്ടും രണ്ടാണ്. ഒരു വാഹനത്തിൻ്റെ മുമ്പിൽ നമുക്ക് കയറി പോകണം എന്ന് ചിന്തിക്കുന്നത് പോസിറ്റീവ്, മറ്റേ വാഹനത്തിൻ്റെ പിറകിലാക്കി പോകണമെന്ന് പറയുന്നത് നെഗറ്റീവ്. രണ്ടിലും ഒരേ കാര്യം തന്നെയാണ്, പക്ഷെ ഒന്ന് പോസിറ്റീവ്, ഒന്ന് നെഗറ്റീവാണ്. നമുക്ക് ഒന്നാമതാവണം, അത് പോസിറ്റീവാണ്. അവനെ രണ്ടാമനാക്കണം എന്ന് പറയുന്നത് നെഗറ്റീവാണ്. അപ്പോൾ ആദ്യം 24നെ വെട്ടുക, പിന്നെ അത് കഴിഞ്ഞ് ഏഷ്യാനെറ്റിന് വെട്ടുക, പിന്നെ സകലവരെയും വെട്ടുക, വ്യാജ ബാർക്ക് റേറ്റിംഗ് ഉണ്ടാക്കുക, അത് കോടതി പിടിക്കുക, കോടതിയിൽ കേസ് കൊടുക്കുക, അത് ബാംഗ്ലൂർ കോടതിയിൽ കൊണ്ട് കേസ് കൊടുക്കുക, അവസാനം കോർട്ട് അലക്ഷ്യമെന്ന് പറഞ്ഞ് കോടതി കുറേ പൈസ ശിക്ഷ വിധിക്കുക. തൊട്ടതെല്ലാം പൊന്നാക്കി നമ്മൾ കേട്ടിട്ടുണ്ട്. ഇത് തൊട്ടതെല്ലാം വിവാദമാക്കി, തനിക്കാക്കി ബെടക്കാക്കി, ആടിനെ പട്ടിയാക്കി, വല്ലാത്ത രൂപത്തിലാണ് സഹോദരങ്ങളെ നിങ്ങൾ പോണത്. നിങ്ങളുടെ പോക്ക് നിങ്ങൾക്ക് നല്ലതല്ല, ചാനലിന് നല്ലതല്ല, പൊതുസമൂഹത്തിന് നല്ലതല്ല. അതുകൊണ്ട് അരുൺകുമാറും സംഘത്തിനെയും ഇത് ഏൽപ്പിച്ചിട്ട് അവർ നടത്തുന്നെങ്കിൽ നടത്തട്ടെ. മാറുന്നതല്ലേ ബുദ്ധി. നികേഷ് കുമാർ, MP നികേഷ് കുമാർ കൊണ്ടു നടന്നതിന് 50 കോടി രൂപ അധികം കൊടുത്താണ് വാങ്ങിയത്. അപ്പോൾ 50 കോടി രൂപ ഇപ്പോൾ നികേഷ് കുമാറിൻ്റെ ഉണ്ടെന്നാണ് പറയുന്നത്.
അതിൻ്റെ പലിശയൊക്കെ ആകുമ്പോൾ തന്നെ നല്ലൊരു കാശുണ്ട് പുള്ളിക്കാരൻ, അതുകൊണ്ട് പുള്ളിക്കാരൻ ഹാപ്പിയാണ്. പക്ഷെ വലിയ പണം കൊടുത്ത് വാങ്ങി ഇപ്പോൾ കഴിച്ചിട്ട് ഇറക്കാനും കഴിയുന്നില്ല, മധുരിച്ചിട്ട് തുപ്പാനും കഴിയുന്നില്ല. മധുരമുള്ളതുകൊണ്ട് ഇതെങ്ങനെ തുപ്പിക്കളയും, ഇരിക്കട്ടെ എന്ന് വരിക. എന്നാൽ അകത്തോട്ട് ഇറക്കാൻ ശ്രമിക്കുമ്പോൾ ആദ്യ പടിനമായ കയ്പ്പാണ്, ഇറക്കാനും പറ്റുന്നില്ല. അപ്പോൾ ആ നിലയിൽ വല്ലാത്തൊരു രൂപത്തിലായിട്ടുണ്ട് നമ്മുടെ സഹോദരങ്ങൾ, ആൻഡോ സഹോദരങ്ങൾ, മുട്ടിൽ മുറി മരംമുറി സഹോദരന്മാർ. ചാനലും ഒരു മരംമുറി ചാനലായി തന്നെ മാറിക്കൊണ്ടിരിക്കുന്നു. പങ്കാളിത്തമുണ്ട്, വ്യൂവേഴ്സുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഈ പറഞ്ഞ ന്യായീകരണങ്ങളെ കുറിച്ച് എന്ത് പറയാനുണ്ട് എന്നുള്ളത് മലയാളി സമൂഹം ശ്രദ്ധിക്കുന്നു. അവർ എന്ത് പറഞ്ഞാലും ഈ ഇല്ലീഗൽ കേസുകളിൽ, ഫ്രോഡ് കേസുകളിൽ, ഷെയ്ഡി കേസുകളിലൊക്കെ കൊണ്ട് തലവച്ചു എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതിലെത്ര ഇവർക്ക് ഇൻവോൾവ്മെൻ്റ് ഉണ്ട്, എത്രയാണ് ഇവരുടെ പങ്കാളിത്തം എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്കറിയില്ല, അതൊക്കെ കോടതി തെളിയിക്കേണ്ടതാണ്. പക്ഷേ ഈ ഷെയ്ഡി ക്യാരക്ടേഴ്സുമായിട്ടുള്ള ബന്ധവും ഇങ്ങനെ കാണിക്കുന്ന ബഹളവും വളരെ ശക്തമാണ്. അത് മരംമുറിയായാലും മാംഗോ കേസായാലും മെസ്സിയെ കൊണ്ടുവരുന്ന കാര്യമായാലും എല്ലാറ്റിലും ഒരു കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് ഉഡായിപ്പാണ്. ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം, ഉഡായിപ്പിൽ ഊന്നിയ വലിയ കാര്യങ്ങളാണ് നടക്കുന്നത്. അതുകൊണ്ട് നമുക്ക് കൃത്യമായി അവരോട് പറയാനുള്ളത്, നിങ്ങളാദ്യം ഉഡായിപ്പിൽ നിന്ന് പുറത്തു വരിക, പുറത്തു വന്നാൽ ബാക്കിയെല്ലാം ക്രമാനുഗതമായി ശരിയായിക്കോളും. അപ്പോൾ ഓരോന്നായിട്ട് ശരിയാവും. നിയമത്തിൻ്റെ വഴിക്ക് പോട്ടെ. കോടതി പറഞ്ഞിട്ട് പോലും നിങ്ങൾ മൈൻഡ് ചെയ്തില്ല, അവസാനം കോടതി അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചു. ഇതൊക്കെയാണ് സംഭവ വികാസങ്ങൾ. ഒരു കാരണവശാലും നിങ്ങൾ ഇതിലൊന്നും ചെന്ന് തലവെക്കരുത്. നിങ്ങൾ നിങ്ങളുടെ പണി നോക്കി പോകണം. നിങ്ങൾ ഇനി അടുത്ത വിവാദം കൊണ്ടുവരാൻ, നിങ്ങൾക്ക് ഓരോ വിവാദവും സാമ്പത്തിക ലാഭവും സമ്പത്ത് കൈമാറാനുള്ള ഒരു രീതിയായിട്ടാണ് പലപ്പോഴും നിങ്ങൾ സംസാരിക്കുന്നത്, കേൾക്കുന്നത്. അത് ശരിയല്ല. ആൻഡോ സഹോദരന്മാർ കൃത്യമായി നിയമത്തിന് മുന്നിൽ കീഴടങ്ങണം. ഇപ്പോൾ നിങ്ങൾ സ്റ്റേഷനിൽ സറണ്ടർ ചെയ്തു, പക്ഷേ അത് പോരാ, കേസൊക്കെ പറയണം, അതിനകത്തുള്ള കാര്യങ്ങൾ നടക്കട്ടെ. അതിനിടയിൽ മെസ്സിയെ കൊണ്ടുവരാൻ പോയതിൻ്റെമായി ബന്ധപ്പെടുത്തിയും ഈ പറയുന്ന മുട്ടൽ മരമുറി കേസ്, അത് മൊത്തത്തിൽ ഒരു സാമ്പത്തിക ക്രമക്കേട് ഉള്ളത് കൊണ്ട് തന്നെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ ശക്തമായ അന്വേഷണവും നടക്കേണ്ടതുണ്ട്.